കണ്ണൂരിൽ പരസ്യ പ്രസ്താവനക്കും പ്രകടനങ്ങൾക്കും വിലക്ക്. മാടായി കോളേജിലെ നിയമന വിവാദത്തിലാണ് കോൺഗ്രസിൽ പരസ്യ പ്രസ്താവനക്കും പ്രകടനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയത്. എല്ലാവരും പാർട്ടിയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന് അച്ചടക്ക സമിതി കൺവീനർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. എം.കെ. രാഘവൻ എം.പി. ചെയർമാനായ മാടായി കോളേജിൽ CPM പ്രവർത്തകർക്ക് നിയമനം നൽകിയെന്ന് ആരോപിച്ച് കണ്ണൂരിലെ കോൺഗ്രസിൽ രൂക്ഷമായ കലഹമാണ് നടന്നത്. എം.കെ. രാഘവൻ എം.പിയെ തടയുകയും കോലം കത്തിക്കുകയും ചെയ്തതിന് പിന്നാലെ എം.കെ. രാഘവൻ അനുകൂലികളും എതിർക്കുന്നവരും തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. കണ്ണൂരിലെ കോൺഗ്രസിൽ ആകെ പടർന്ന ഈ വിവാദത്തിൽ പരിഹാരം കാണാൻ KPCC നിയോഗിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമിതി കണ്ണൂരിൽ എത്തി ഇരുവിഭാഗവുമായി ചർച്ച നടത്തി. ഇതിൽ പരസ്യ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നിർത്തിവെക്കാൻ ഇരുവിഭാഗത്തിനും KPCC അച്ചടക്ക സമിതി കൺവീനർ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകി. ഇനി ഒരു തർക്കവും ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ ഉണ്ടാകില്ലെന്നും എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്നും സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവരും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, പ്രതിഷേധം ഉണ്ടാവില്ല, അവിടെ പോസ്റ്റർ ഒട്ടിയിട്ടുണ്ടാവില്ല, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അവർ നല്ല ക്ലിയർ ആയിട്ടുള്ള പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരുമായിട്ട് മുന്നോട്ട് പോകും. ഇരുവിഭാഗത്തിനുമെതിരെ എടുത്ത അച്ചടക്ക നടപടി പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഞങ്ങൾ അതിൻ്റെ ഇഷ്യൂസിലോട്ട് പോകുന്നില്ല. അത് പരസ്യമായിട്ട് പറയണമെങ്കിൽ എനിക്ക് മറ്റ് പല കൺസൾട്ടേഷൻസും കൂടെ വേണം. പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, അവിടെ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ കമ്മിറ്റിയുടെ പൊതു അഭിപ്രായം. ആ അഭിപ്രായം ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. പൂർണ്ണമായി ഈ കമ്മിറ്റിയുടെ തീരുമാനമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അത് KPCC പ്രസിഡന്റുമായിട്ടും ഞാൻ സംസാരിച്ചു, പാർട്ടി ലീഡേഴ്സുമായിട്ട് സംസാരിച്ചു. അതെല്ലാം വളരെ കൃത്യമായി ശാന്തമായിട്ട് അവിടെ മുന്നോട്ട്. മാടായി കോളേജിൽ എം.കെ. രാഘവൻ എം.പിയുടെ അടുത്ത ബന്ധുവിന് നൽകിയ നിയമനം റദ്ദാക്കണമെന്ന് പ്രതിഷേധമുയർത്തിയവർ സമിതിക്ക് മുമ്പാകെ നിലപാടെടുത്തു. മിക്ക മണ്ഡലം കമ്മിറ്റികളും ഈ ആവശ്യം ഉന്നയിച്ചു. എന്നാൽ ഇക്കാര്യം നേതൃതലത്തിൽ പരിശോധിക്കാമെന്ന ഉറപ്പ് മാത്രമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയത്. മാടായി കോളേജ് ഡയറക്ടർമാരുമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തി. നിയമനങ്ങൾ സുതാര്യമെന്നായിരുന്നു ഡയറക്ടർമാരുടെ മറുപടി. പാർട്ടി താൽപര്യം കൂടി സംരക്ഷിക്കണമെന്ന നിർദ്ദേശം സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും സമിതിക്ക് മുമ്പാകെ കാര്യങ്ങൾ വിശദീകരിച്ചു. CPMനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന ജില്ലയിൽ പാർട്ടി നേതാവ് ചെയർമാനായ സ്ഥാപനത്തിൽ കോൺഗ്രസുകാരെ തഴഞ്ഞ് CPMകാരെ നിയമിച്ചതിൽ കടുത്ത അതൃപ്തിയാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും ഉയർത്തിയത്. പ്രതിഷേധത്തിന് DCC ആരെയും ഇളക്കിവിട്ടിട്ടില്ല. പരസ്യ പ്രതിഷേധം പാടില്ലെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നതെന്നും മാർട്ടിൻ ജോർജ് സമിതിക്ക് മുമ്പാകെ വിശദീകരിച്ചു. DCCയെ ഇക്കാര്യത്തിൽ കുറ്റം പറയേണ്ടതില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോടും പറഞ്ഞു. ഉപസമിതി അംഗങ്ങളായ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ജയന്ത്, അബ്ദുൾ മുത്തലിബ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലയിലെ പ്രധാനപ്പെട്ട KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും തിരുവഞ്ചൂരിനൊപ്പം ഉണ്ടായിരുന്നു. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.